ഭിന്നശേഷി സംവരണ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ, പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതിലിപ്പോഴിതാ സർക്കാരിനെ തള്ളി രംഗത്തെത്തുകയാണ് ക്രൈസ്തവ സഭകൾ. ആശങ്ക പങ്കുവെച്ച് സഭകളുടെ കൂട്ടായ്മ തന്നെ രംഗത്തെത്തുന്നു. വിദ്യാഭ്യാസ രംഗത്തെ ക്രൈസ്തവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണെന്നാണ് അവർ പറയുന്നത്. ഭിന്നശേഷി സമരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് NSSന് ലഭിച്ച വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമാക്കണമെന്ന ഉത്തരവിറക്കാൻ സർക്കാർ മടിക്കേണ്ട ആവശ്യമില്ലെന്ന് അഭിപ്രായപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ഉത്തരവായി പുറത്തിറക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അഖിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, ഇതിപ്പോൾ എന്താണ് ക്രൈസ്തവ സഭകളുടെ നിലവിലെ ആശങ്ക? നേരത്തെ തന്നെ ഇതിലൊരു സമവായത്തിലെത്തിയതല്ലേ, സർക്കാർ ഉറപ്പും നൽകിയതാണ്. ഇപ്പോൾ ഉത്തരവിറക്കണം എന്നതാണോ ഇവരുടെ ആവശ്യം? വിനിത, തീർച്ചയായും ഇത്തരത്തിൽ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രം പോരാ, അതൊരു ഓർഡറായി തന്നെ ഇറങ്ങണം എന്നുള്ള കാര്യമാണ് ഈ ക്രൈസ്തവ സഭകൾ പറയുന്നത്. ഇന്നാണ് ഈ പാലാ ബിഷപ്പിന്റെ വസതിയിൽ വെച്ചുകൊണ്ട് ഈ വിവിധ ക്രൈസ്തവ സഭകളുടെ എക്യുമെനിക്കൽ സമ്മേളനത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം. അതായത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സഭകൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സമയത്ത് സർക്കാർ ഇതിനെ എതിർക്കില്ല എന്നുള്ള കാര്യമാണ്. അത്തരത്തിലൊരു വാഗ്ദാനം, അതായത് എതിർക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകില്ല, അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇതൊരു നിയമം അല്ലെങ്കിൽ ഇതൊരു ഓർഡർ ആക്കി ഇറക്കണം. അതിൽ ഇത്ര വലിയ കാലതാമസത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഈ സഭകൾ പറയുന്നത്. കാരണം ഈ വിഷയമായി ഓർഡറാക്കി ഇറക്കുന്നത് വരെ സഭകൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവില്ല. അല്ലാത്തടത്തോളം കാലം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ പോയി വീണ്ടും അതിലൊരു കാലതാമസം വരും. ആ സമയത്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഈ അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏതായാലും ഒരു ഉറപ്പ് പോരാ, അതിൽ ഉത്തരവ് തന്നെ വേണമെന്നതാണ് ആവശ്യം. നമുക്ക് പ്രതികരണം കൂടി കേൾക്കാം. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഇപ്പോൾ ചില മേഖലകളെല്ലാം ക്രൈസ്തവര് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്ക ഇവിടെ വന്ന എല്ലാ പിതാക്കന്മാരും ക്രിസ്തീയ നേതാക്കന്മാരും പ്രകടിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഭിന്നശേഷി സംവരണം അതിനുകൊണ്ടുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ. എന്നാൽ അതിന് ഒരു പരിഹാരം സുപ്രീം കോടതിയിൽ നിന്ന് NSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു റിസർവേഷന്റെ വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല. ശരി, ഏതായാലും ക്രൈസ്തവ സഭകളുടെ ആശങ്ക സർക്കാർ പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.